മനുഷ്യന് പൊതുവെ അൺസർട്ടനിറ്റി പേടിയാണ്. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ, ഉറപ്പില്ലാത്തതിനോടെല്ലാം പേടിയാണ്. ആളുകൾക്ക് ഗവൺമെൻറ് ജോലിയാണ് ഇഷ്ടം, ഉറപ്പാ. മറ്റത് ഉറപ്പില്ല. സാലറി വേണമോ ഇൻസെൻറ്റീവ് വേണമോ? സാലറി വേണം, ഉറപ്പാ. ഇൻസെൻറ്റീവ് ഉറപ്പല്ല. അടുക്കുന്നത് വില കുറയും എന്ന് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ശരിയായ ധാരണയില്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ കറക്റ്റ് ആണെങ്കിൽ, നമ്മൾ നമ്മളെ തന്നെ കാണിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ആ പേടി തോന്നേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ലോകത്തൊരു ഉയർച്ച വേണമെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ എന്നെക്കുറിച്ച് ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ടതെന്നും, അങ്ങനെ എന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് നല്ലതല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് വിശകലനം ചെയ്യുകയും അതിന് സെൽഫ് എസ്റ്റീം എന്നാ പറയുക. എന്നെക്കുറിച്ച് എനിക്കുള്ള മതിപ്പ്. നമസ്കാരം സർ. നമസ്കാരം സർ. നമ്മുടെ പല പേഴ്സണൽ ഡെവലപ്മെന്റ് വീഡിയോസിന്റെ യൂട്യൂബ് വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളിൽ ഒന്നാണ്, സർ ആളുകളെ പേടി എനിക്കുണ്ട്, എങ്ങനെയാണ് ഈ ആളുകളെ പേടി മാറ്റുക? അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ പോകുമ്പോഴുള്ള പേടിയെപ്പറ്റി നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആളുകളുടെ അടുത്ത് മിണ്ടാനായിട്ട്, സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ പേടി, ഇങ്ങനത്തെ പല കാര്യങ്ങളെപ്പറ്റി നമ്മുടെ അടുത്ത് കമൻറ്റുകൾ വരാറുണ്ട്. പൊതുവേ ഈ ആളുകളുടെ പേടി എന്തുകൊണ്ടാണ് സർ? അതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? അല്ല, ആളുകളെ പേടി എന്ന് പറഞ്ഞ വാക്കാണോ കറക്റ്റ്? സ്ട്രേഞ്ചേഴ്സിനെ പേടി എന്നാണോ കറക്റ്റ്? അതായത് പുതിയ ആളുകളെ കാണുമ്പോൾ. ഇപ്പോൾ ഉദാഹരണം, വീട്ടിൽ നമുക്ക് പരിചയമുള്ള നമുക്ക് നമ്മുടെ കൂട്ടുകാരെയോ പരിചയമുള്ളവരെ കാണുമ്പോൾ പേടി അങ്ങനെയല്ലല്ലോ. സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളുകളെ കാണുമ്പോഴും പിന്നീട് ഒരു ക്രൗഡിൻ്റെ ഇടയ്ക്ക് പോകുക, അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ പൊതുവേ നമുക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നി, നമ്മൾ ഉൾവലിയുന്ന പോലത്തെ ഒരു ഫീല് തോന്നുക, അപ്പോൾ നമുക്ക് ആളുകളെ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള പേടി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ? പൊതുവേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. ആളുകൾക്ക് ഇതൊക്കെ നമ്മുടെ ഒരു പെർസെപ്ഷൻ ആണല്ലോ. നമുക്ക് ശരിക്കും ആളുകളെയല്ല പേടി, അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ജഡ്ജ്മെന്റ്സും അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു എന്താ പറയുക, റിജക്ഷനെ കുറിച്ചും ഫെയിലിയേഴ്സിനെ കുറിച്ചും അങ്ങനത്തെ കുറേ കാര്യങ്ങളെ പറ്റിയിട്ടാണ് പേടിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതാണ് ഫിയർ കൊണ്ട് ഉദ്ദേശിച്ചത്. അല്ല, ഒന്ന് ഞാനൊരു ഇൻട്രോവേർട്ടാണെന്ന് കരുതുക. ഓക്കെ. ഇൻട്രോവേർട്ടുകൾക്ക് പൊതുവെ ക്രൗഡുകൾ ഊർജം തരില്ല. അതുകൊണ്ടാണ് ക്രൗഡ് വരുന്ന സമയത്ത് അവർ ഉൾവലിയുന്നത്. അവർക്ക് ഒറ്റയ്ക്ക് കിട്ടുന്ന ഒരു ഊർജം ക്രൗഡിലേക്ക് വരില്ല. എക്സ്ട്രോവേർട്ടുകൾക്ക് അങ്ങനെയല്ല. ക്രൗഡ് കാണുമ്പോഴാണ്, അതായത് ഇപ്പോൾ വീട്ടിൽ ബേസിക്കലി ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ ബന്ധുക്കളോ ആരെങ്കിലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് അസ്വസ്ഥനാണ്. അത് ബന്ധുക്കളായാലും ആര് വന്നാലും. എന്നാൽ വീട്ടിൽ ഉള്ളവർ മാത്രം, ഇല്ലെങ്കിൽ എൻ്റെ റൂമിൽ മാത്രം ഇരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന കംഫർട്ട് മറ്റതിലില്ല. വൈഫ് ഷേർലി നേരെ എതിരാണ്. അവർക്ക് ഒരു കുറേ ആളുകൾ വരുന്നത് ഭയങ്കര സന്തോഷം തരും. അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യന് പൊതുവേ അൺസർട്ടനിറ്റി പേടിയാണ്. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ. നമ്മൾ തമ്മിൽ കൊല്ലങ്ങളായി പരിചയമുണ്ടെന്ന് കരുതുക. നിങ്ങൾ എങ്ങനെ പെരുമാറുമെന്ന് എനിക്കറിയാം, ഞാൻ എങ്ങനെ പെരുമാറുമെന്ന് നിങ്ങൾക്കും അറിയാം. അതിലൊരു ഉറപ്പുണ്ട്, സെർട്ടനിറ്റി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളിൽ പേടിയില്ല. നോർമൽ സെൻസിൽ എന്തെങ്കിലും ഉപദ്രവമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ പേടിയുണ്ടാവാം, അല്ലെങ്കിൽ. പക്ഷെ പുതിയൊരാളെ കാണുമ്പോൾ ഇയാൾ എങ്ങനെ പെരുമാറുമെന്നോ എങ്ങനെ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുമെന്നോ ഈ ചോദ്യത്തിനായാലും എന്ത് ഉത്തരം പറയുമെന്നോ നമുക്ക് അൺസർട്ടനാണ്. ഈ അൺസർട്ടനിറ്റി ആണ് നമുക്ക് പേടിയുണ്ടാക്കുന്നത്. പക്ഷെ ഏറ്റവും ഒരു ബോധപൂർവം ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അൺസർട്ടനിറ്റി അല്ലേ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്നത്? ക്ലിയർ ആയില്ല. 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടിയാൽ വെള്ളം ഉണ്ടാകും. അത് ഉറപ്പാണ്. അതിനെ നോളേജ് എന്ന് വിളിക്കുക. സർഗാത്മകത എന്ന് പറയില്ല. അതിൽ പുതുമയില്ല. നോളേജിൽ പുതുമയില്ല. നോളേജ് മുമ്പ് ഉണ്ടായതാണ്, ഉറപ്പുള്ളതാണ്, സെർട്ടനാണ്. ക്രിയേറ്റിവിറ്റി അങ്ങനെയല്ല. എന്ത് സംഭവിക്കുന്ന അറിഞ്ഞുകൂടാ. 1000 തവണ ബൾബ് ഉണ്ടാക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു. അൺസർട്ടനാണ്. അൺസർട്ടനിറ്റിയിൽ എപ്പോൾ കിട്ടുന്ന അറിയില്ല. ഇത് ഉറപ്പാണ്. ഹൈഡ്രജനും 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടിയാൽ വെള്ളം ഉണ്ടാകും. അത് ഉറപ്പാണ്. മറ്റത് ഉറപ്പില്ല. ഉറപ്പില്ലാത്തതിനോടെല്ലാം പേടിയാണ്. ആളുകൾക്ക് ഗവൺമെൻറ് ജോലിയാണ് ഇഷ്ടം, ഉറപ്പാ. മറ്റത് ഉറപ്പില്ല. സാലറി വേണമോ ഇൻസെൻറ്റീവ് വേണമോ? സാലറി വേണം, ഉറപ്പാ. അത് ഉറപ്പാ.
ഇൻസെൻറ്റീവ് ഉറപ്പല്ല. പക്ഷേ ആ ഉറപ്പല്ലാത്തതിലാണ് വളർച്ചയും തളർച്ചയും ഉള്ളത്. ഉറപ്പുള്ളത് ഇങ്ങനെയേ പോകൂ, ഉറപ്പില്ലാത്തത് ഇങ്ങനെയും പോവാം, ഇങ്ങനെയും പോവാം. അപ്പോൾ ഉറപ്പില്ലാത്തതിനോടുള്ള പേടിയാണ് സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ പേടി. പക്ഷെ ഞാൻ പറയും, സ്ട്രേഞ്ചേഴ്സ്, ഇപ്പോൾ ഞാൻ പരിചയപ്പെടുന്ന ഒരു പുതിയ ആൾ, അയാൾ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിലോ. അതായത് അയാൾക്ക് എന്നെ ഇഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ അയാൾക്ക് എന്നോടൊരു ഇഷ്ടം തോന്നുമോ എന്നുള്ളൊരു ഡൗട്ട്ഫുൾ നമ്മുടെ മൈൻഡിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ പേടി അയാളോട് ഫീൽ ചെയ്യുന്നത്. അയാൾ എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, പേടി മാറാൻ സാധാരണ ചെയ്യണ എന്താ, അറിയുക എന്നാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ പേടി മാറിക്കോളും, അല്ലേ? പണ്ട് ഇടിവെട്ടിയ സമയത്ത് എന്താ പറഞ്ഞിരുന്നത്, എന്തോ ദൈവകോപം ഉണ്ടാകുന്നു, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു. അത് അറിയാത്തത് കൊണ്ടാണ്. പിന്നീട് ഇടി എന്താണെന്നും മിന്നൽ എന്താണെന്നും ഏതാണ് ആദ്യം വരുന്നതെന്നൊക്കെ സയൻസ് നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് അതുമായുള്ള ആ തെറ്റായ പേടി മാറിക്കിട്ടി. അപ്പോൾ പേടി മാറാൻ അയാളുമായി പരിചയപ്പെടുക എന്നത് തന്നെയാണ് മാർഗം. പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ നോണായി. സാർ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നോ മാൻ ഇസ് പെർഫെക്റ്റ് എന്നുള്ള കാര്യം. അപ്പം നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പെർസെപ്ഷൻ കൂടി കിടക്കുന്നുണ്ടാവും, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എന്നെക്കാളും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഈ നമ്മൾ സ്വയമേ ഭയങ്കരമായി പെർഫെക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഈ ആളുകളോട് പേടി തോന്നുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾക്ക് ഭയങ്കര പെർഫെക്റ്റ് ആവാൻ നോക്കണ്ട. നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ചില വീക്ക്നെസ്സുകളുണ്ട്. അതങ്ങനെ തന്നെ അതാണല്ലോ നമ്മളൊക്കെ ഒരു നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭയങ്കരമായി പെർഫെക്റ്റ് ആവാതെ വാട്ട് ഇസ് നമ്മുടെ റിയൽ പേഴ്സണാലിറ്റി, അത് തന്നെ നമ്മൾ കാണിക്കുന്നതല്ലേ ബെറ്റർ. അതല്ലാത്ത വേറൊരു രീതിയിലേക്ക് ഒരു മുഖം മൂടിയിട്ട് പെരുമാറാൻ എന്നുള്ള രീതിയിലേക്ക് ഒരു എഫേർട്ട് എടുക്കുമ്പോഴാണല്ലോ നമുക്കൊരു ഫിയർ എന്ന് പറയുന്ന കാര്യം ഫ്രണ്ടിലോട്ട് വരുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെക്കുറിച്ചുള്ള ഇമേജ് എങ്ങനെയായിരിക്കുമെന്ന ചിന്ത, അതിൽ ഞാനൊരു പെർഫെക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് ഇപ്പം നമ്മൾ കയറി മുട്ടിയാൽ ചിലപ്പോൾ എൻ്റെ വില പോകും, അല്ലേ? പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് അടുക്കല്ലേ, അടുത്താൽ വില പോകും. എന്നോട് പലരും അഡ്വൈസ് ചെയ്തിട്ടുണ്ട്, സാർ നിങ്ങൾ ഭയങ്കര സിമ്പിളായിട്ട് ആളുകളുമായിട്ട്, ചില ട്രെയിനർമാർ ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് വന്ന് മിണ്ടില്ല, ക്ലാസ് കഴിഞ്ഞാൽ അപ്പം തന്നെ മാറി നിൽക്കണം എന്നൊക്കെ പലരും ചെയ്യുന്നതായിട്ടും എന്നോട് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാനങ്ങനെയല്ല. ട്രെയിനിങ് കഴിഞ്ഞ ആളുകളായിട്ട് ഇടപഴകും. കൂടുതൽ ഒരു ബന്ധം ഉണ്ടായാൽ അതിനെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ആളുകൾ പറയും അത് നമ്മുടെ വില കുറയില്ലേ. അപ്പോൾ അടുക്കുന്നത് വില കുറയും എന്ന് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ശരിയായ ധാരണയില്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ നല്ലതാണെങ്കിൽ, നമ്മൾ കറക്റ്റാണെങ്കിൽ, നമ്മൾ നമ്മളെ തന്നെ കാണിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ആ പേടി തോന്നേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. പലപ്പോഴും മറ്റുള്ളവരെ പറ്റി ഇപ്പം നമ്മൾ പറയില്ല, നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ പറ്റിയിട്ടാണ് കൂടുതൽ കൺസേൺഡ് ആവുക. അയാൾ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കും, അയാൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നുള്ളൂ. നമ്മളിലേക്ക് തന്നെ ഒരു നോട്ടം നോക്കുക. ലൈക്ക് ഞാൻ എന്താണ്, എനിക്ക് ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് എന്ത് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫിയറിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ലേ? ഈ ഫിയർ എന്നല്ല, ലോകത്തൊരു ഉയർച്ച വേണമെങ്കിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ എന്നെക്കുറിച്ച് ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ടതെന്നും, അങ്ങനെ എന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് നല്ലതല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് വിശകലനം ചെയ്യുകയും, അതിന് സെൽഫ് എസ്റ്റീം എന്നാണ് പറയുക. എന്നെക്കുറിച്ച് എനിക്കുള്ള മതിപ്പ് എന്ന് പറയുന്ന സാധനം, എനിക്ക് എന്നെക്കുറിച്ച് മതിപ്പില്ലാത്ത കാലത്തോളം മറ്റുള്ളവർ എന്നെ മതിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് വളരെ അനിവാര്യമാണ്. അത് മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കുകയൊക്കെ വേറെ കാര്യം. ഇതുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ആകൂ എന്നതൊരു സത്യമാണ്. അപ്പോൾ ഈ കൺസേണെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർക്ക് നമ്മളെപ്പറ്റി എന്ത് തോന്നും എന്നുള്ളത് ചിലപ്പോൾ അവർ നമ്മളെപ്പറ്റി ബോധേഡേ ആയിരിക്കില്ല, അല്ലേ? അവരവരുടെ ലൈഫും അവരുടെ ബിസിനസ്സും അവരുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ തിങ്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരും നമ്മളെ നോക്കുന്നു എന്ന് ചിന്തിക്കുന്നത് തന്നെ നമ്മുടെ തെറ്റാണ്. കാരണം ആളുകൾക്ക് അങ്ങനെയൊന്നും നോക്കാൻ സമയമില്ല. നമ്മൾ വിചാരിക്കുന്ന എല്ലാവരും നമ്മൾ ലൈൻ ലൈറ്റിലാണെന്നും നമ്മളെല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് നമ്മുടെ ഓരോ തെറ്റുകളും അവർക്ക് അറിയാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. കാരണം അങ്ങനെയൊന്നും ആളുകൾക്ക് സമയമില്ല, ആളുകൾ അതിനുള്ള സാധ്യതയില്ല. ഒരു ഫൈനലായിട്ട് നമുക്ക് ഈ ഒരു ഫിയർ ഓവർകം ചെയ്യാൻ എന്താണ് ഒരു ചെറിയൊരു ടിപ്പായിട്ട് സാറിന് കൊടുക്കാനുള്ളത്? അങ്ങനെയല്ല, എല്ലാ പേടികളും, പേടി ശരിയോ തെറ്റോ എന്ന ചോദ്യത്തിന് പേടി ചില നേരങ്ങളിൽ അനിവാര്യമാണ്. ഇപ്പോൾ ഉദാഹരണം, ഒരാൾ ഒരു അപകടത്തിൽ നിൽക്കുമ്പോൾ
പാമ്പിങ്ങനെ മൂർഖം പാമ്പിങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് പേടിയില്ല എന്നല്ല, ആ സമയത്ത് പേടിക്കേണ്ട പോലെ പേടിക്കണം. അപ്പോൾ പേടി നല്ലതാണ്, പക്ഷെ അതിന് നിങ്ങൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ്, ഈ പേടി എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത്, ഇത് എൻ്റെ ആക്ഷനെ, എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള ശേഷിയെ നഷ്ടപ്പെടുത്തുന്നുവോ എന്ന് നോക്കണം. അങ്ങനെ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് അനുവദിക്കരുത്. ഞാൻ ഒരു ഇൻട്രോവേർട്ട് ആണെങ്കിലും എനിക്ക് പരിചയപ്പെടേണ്ട ആളുകളെ ഞാൻ വളരെ ബോധപൂർവം പോയി പരിചയപ്പെടുകയും ആ ബന്ധം നിലനിർത്തുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവും. അപ്പോൾ അവരുടെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കിതൊരു സൊല്യൂഷൻ ആവട്ടെ, ഇത് അവർക്കൊരു മോട്ടീവായിട്ട് മാറട്ടെ. ഇത്രയും നല്ലൊരു ടോപ്പിക്ക്, ഇത്രയും നല്ലൊരു ഇൻസൈറ്റ്സ് ഷെയർ ചെയ്തതിന് സർ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമ്മൾ ഇനി നല്ലൊരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു കൃഷ്ണ.